ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലിന്റെ റേഡിയോ നാടകരൂപം. ഹിന്ദി പരിഭാഷ ഹംസ്കുമാർ തിവാരി. രൂപാന്തരം അഞ്ജലി ശർമ്മ. മലയാള പരിഭാഷ KV ശ്രീജ. ശബ്ദം നൽകുന്നവർ: ബിന്ദു ജലീൽ, അഡ്വക്കേറ്റ് ജിഷ ബിജു, ഫ്രാൻസിസ് മാസ്റ്റർ ഡോൺ ബോസ്കോ, ജലീൽ ടി കുന്നത്ത്, ഹരീഷ് M പശുപതി, പ്രശാന്ത് ലെനിൻ, ഡോക്ടർ ബാസ്പിൻ, CM അരുൺ, PV വേണുഗോപാലൻ. സംഗീതം ബേബി വടക്കുംചേരി. സംവിധാനം S നാരായണൻ നമ്പൂതിരി, KR ചാർലി. 18-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ നടന്ന സന്യാസി വിപ്ലവം പശ്ചാത്തലമായുള്ള നോവലാണ് ആനന്ദമഠം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജനദ്രോഹ നയങ്ങളാണ് ഇതിലേക്ക് നയിച്ചത്. 1882 പ്രസിദ്ധീകരിച്ച ഈ നോവലിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി താൻ എഴുതിയ വന്ദേ മാതരവും ഉൾപ്പെടുത്തി. ആനന്ദമഠം. കല്യാണി, നേരം പുലർന്നതേയുള്ളൂ. എത്ര നേരായിന്നറിയോ ഞാനിവിടെ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? നീ എവിടെ പോയതായിരുന്നു? അതോ, രാവിലെ തന്നെ തൊഴുത്തിൽ പോയി പശുവിനെ കറന്ന് പാല് കാച്ചി മോൾക്ക് കൊടുത്തു. പിന്നെ പശുവിന് കാടുവെള്ളവും വൈക്കോലും ഒക്കെ കൊടുക്കാൻ പോയതായിരുന്നു. ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകാനാവുമെന്നാ നീ കരുതുന്നത്? കഴിയുന്നിടത്തോളം കാലം. ബംഗാളിന്റെ അവസ്ഥ, വരൾച്ചയും ക്ഷാമവും കാരണം കൺമുന്നിൽ എരിഞ്ഞു തീരുകയല്ലേ നമ്മുടെ നാട്. അതിനും മീതെ എന്തെല്ലാം തരം രോഗങ്ങളാണ് പടർന്നു പിടിച്ചിരിക്കുന്നത്. പനി, കോളറ, ക്ഷയം, വസൂരി. ഹോ, എന്തിനധികം പറയുന്നു, ഭിക്ഷക്കാർക്ക് ഭിക്ഷ കൊടുക്കാൻ പോലും ഒന്നുമില്ലാത്ത അവസ്ഥ. ജന്മിമാരുടെ വീടുകളിൽ പോലും അരിമണി കണി കാണാൻ കിട്ടാത്ത ദുർവിധി. അതിനെങ്ങനെയാ? ഭരിക്കുന്നവർ കണ്ണടച്ചിരിക്കുകയല്ലേ. ജനങ്ങൾ സ്വന്തം വീടും കൃഷിയിടങ്ങളും ഒക്കെ വിറ്റു. ദാരിദ്ര്യം മനുഷ്യരിൽ വരുത്തിയ മാറ്റം. പട്ടിണി സഹിക്കവയ്യാതെ അവർ ഇലകളും പുല്ലും തിന്നുന്നു. ഹോ, ദിവസങ്ങൾ കഴിയുന്തോറും വിശപ്പകറ്റാൻ നായയെയും പൂച്ചയെയും എലികളെയും പിടിച്ച് തിന്നാൻ തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ എന്തിനു പറയുന്നു? മനുഷ്യൻ മനുഷ്യനെ തന്നെ കൊന്നു തിന്നാൻ മടിയില്ലാത്തവനായി. കൊള്ളക്കാരുടെ ആക്രമണം വേറെയും. ഹോ, എന്തൊരു ദുരവസ്ഥയാണിത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ പദച്ചിനയിൽ ധനികരായതുകൊണ്ട് മാത്രമാണ് നാം ഇപ്പോൾ ജീവനോടെയുള്ളത്. പക്ഷെ എത്ര നാൾ നമുക്ക് ഈ ചുട്ടുപഴുത്ത വേനലിനെ നേരിടാനാവും? ആവുന്നിടത്തോളം ദിവസങ്ങൾ നമുക്കെവിടെ നമ്മുടെ പദച്ചിനയിൽ തന്നെ കഴിയാം. അതിനുശേഷം കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ പട്ടണത്തിലേക്ക് പോയിക്കൊള്ളൂ. എനിക്ക് പദച്ചിനയിൽ കിടന്ന് മരിക്കാനാണ് ഇഷ്ടം. ഭ്രാന്ത് പറയാതിരിക്കൂ. നീയും കുഞ്ഞുമില്ലാതെ എനിക്കെന്ത് ജീവിതം? ഞാൻ പറയുന്നത് കേൾക്ക്. അവസാനം പട്ടണത്തിലേക്കാണ് പോകുന്നതെങ്കിൽ പിന്നെ എന്തിനു വൈകിക്കണം? വരൂ, നമുക്കിപ്പോൾ തന്നെ പോകാം. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. നമുക്കിവിടെ വിട്ടു പോകാം. മുർഷിദാബാദിലെ സിംബസാറിലേക്കോ അല്ലെങ്കിൽ കൽക്കത്തയിലേക്കോ പോകാം. അവിടെ പോയാൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കാനെങ്കിലും കഴിഞ്ഞേക്കാം. ശരിയാണ്. പക്ഷെ കല്യാണി, അത്രയും ദൂരം നടക്കാനാവോ നിനക്ക്? പല്ലക്ക് ചുമക്കുന്നവരൊക്കെ മരിച്ചു കഴിഞ്ഞു. എന്നെ കുറിച്ചോർത്ത് വിഷമിക്കരുത്. എനിക്ക് നടക്കാൻ കഴിയും. എത്ര ദൂരം വേണമെങ്കിലും ഞാൻ നടന്നോളാം.
മോള് കരയുന്നു, ഞാൻ അവളെ എടുക്കട്ടെ. വാവേ വാവേ, അച്ഛന്റെ മോള് വാ വാ വാ, ദാ, അച്ഛന്റെ മടിയിലിരിക്കും. അങ്ങനെ. കല്യാണി, നമ്മൾ പോകേണ്ട വഴി വളരെ അപകടം പിടിച്ചതാണ്. ഓരോ കാൽവെപ്പിലും നമുക്ക് കൊള്ളക്കാരെ നേരിടേണ്ടി വന്നേക്കാം. ഒഴിഞ്ഞ കയ്യുമായി പോവുക അത്ര പന്തിയല്ല. നമ്മുടെ സുരക്ഷയ്ക്ക് എന്റെ തോക്കും വെടിയുണ്ടകളുമെല്ലാം കയ്യിൽ കരുതാം. ദാ, നീ മോളെ പിടിക്ക്. നീ കുഞ്ഞിനെ ശ്രദ്ധിച്ചാൽ മതി. സ്വയരക്ഷയ്ക്കായി ഞാൻ ഒരു കൂട്ടം കരുതുന്നുണ്ട്. എങ്കിൽ വരൂ, നമുക്ക് പോകാം. ഞാൻ നമ്മുടെ വീട് താഴിട്ട് പൂട്ടട്ടെ. നമ്മുടെ സ്വത്തെല്ലാം കൊള്ളക്കാർ കൊള്ളയടിക്കുമോ എന്തോ. ഒരുപക്ഷെ ജീവനോടെ ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് ഇവിടേക്ക് തന്നെ തിരിച്ചു വരാം. ഈശ്വരൻ നമ്മെ അതിനനുഗ്രഹിക്കട്ടെ. വരൂ കല്യാണി, നമുക്ക് നടക്കാം. പോകാം. ഹോ, എന്തൊരു ചൂട്! ഭൂമി തീച്ചൂള പോലെ കത്തിയെരിയുന്നു. ശരിയാണ്, വല്ലാത്ത ചൂട്. കാല് പൊള്ളുന്നു. അതാ അവിടെ ഒരു മരം. നമുക്ക് ആ മരത്തണലിൽ അല്പനേരം ഇരിക്കാം. ശരി, നമുക്കല്പം വിശ്രമിക്കാം. പാവം എന്റെ മോള് വെയിലിന്റെ ചൂടേറ്റ് തളർന്നുറങ്ങി. ശരിയാണ്, പാവം കുഞ്ഞ്. അവൾക്ക് കരുതിയ പാൽക്കുപ്പി കാലിയാവാറായല്ലോ. ഇനി എന്തു ചെയ്യും? നീ വിഷമിക്കാതിരിക്കെ. പോകും വഴി ഏതെങ്കിലും സത്രത്തിൽ കയറി കുഞ്ഞിനു വേണ്ട പാൽ സംഘടിപ്പിക്കാം. ഈ മരത്തണലിലിരുന്നപ്പോൾ എന്തൊരാശ്വാസം. തൊണ്ട വരണ്ട് പൊട്ടാറായി. നോക്കൂ, ആ കുറ്റിച്ചെടികൾക്കപ്പുറത്ത് ഒരു കുളം കാണുന്നില്ലേ? വറ്റിത്തീരാറായി. എങ്കിലും അല്പം വെള്ളം അവശേഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്പം വെള്ളം കാണാനെങ്കിലും കഴിഞ്ഞല്ലോ. വരൂ, നമുക്ക് വെള്ളം കുടിക്കാം. ഇത് ചെളിവെള്ളമാണല്ലോ. എന്റെ ദൈവമേ, ഈ വെള്ളം എങ്ങനെ കുടിക്കാനാണ്? എന്തൊരു പരീക്ഷണമാണിത്. ഈ വെള്ളം എനിക്കിപ്പോൾ തേനിന് തുല്യാണ്. ഞാനിത് കുടിക്കാൻ പോവാ. കല്യാണി, എന്റെ കല്യാണി, നീ അത് കുടിച്ചോ? ഇനിയിപ്പോ എനിക്കെന്ത് നോക്കാനാണ്? ഞാനും ഈ വെള്ളം കുടിക്കട്ടെ. കല്യാണി, നമുക്ക് യാത്ര തുടരാം. ഇനിയൊരു കാടാണ്. സന്ധ്യക്ക് മുൻപ് നമുക്ക് കാട് മറികടക്കണം. ശരി, വരൂ, പോകാം. തല ചുറ്റുന്നത് പോലെ. ഈശ്വര, ഞാനിതെവിടെയാണ്? ഈശ്വര, എന്റെ ഭർത്താവ്, അദ്ദേഹം എവിടെയാണ്? അദ്ദേഹത്തിനൊരാപത്തം വരുത്തരുതേ ഭഗവാനെ. ആ കൊടുങ്കാട്ടിൽ നിന്നും കുഞ്ഞിനെയും കൊണ്ട് ഓടി രക്ഷപ്പെടാനുള്ള ശക്തി എനിക്ക് നൽകിയ സർവശക്തനായ തമ്പുരാനെ, എന്റെ ഭർത്താവിനെ കാത്തോളനെ. എന്റെ കുഞ്ഞ്, മോളെ, എന്റെ കുഞ്ഞാകെ ക്ഷീണിച്ച അവശയായല്ലോ. ഭഗവാനെ, ഞാനിത് എവിടെയാണ് വന്നു പെട്ടിരിക്കുന്നത്? മകളെ, ഇതാണ് ആനന്ദമഠം. ഭാരതാംബയുടെ ക്ഷേത്രം, പള്ളി, വിഹാരം, ഗുരുദ്വാര. വിഷമിക്കാതിരിക്കൂ. ഇവിടെ ഈ ആനന്ദമഠത്തിൽ നിങ്ങൾ സുരക്ഷിതരാണ്. ഇതാ,
ഈ പാത്രം നിറച്ചും പാലാണ്. ഇത് വാങ്ങൂ. മടിക്കേണ്ട, ഈ പാലിൽ കുറച്ച് കുഞ്ഞിനും കൊടുക്കൂ. കണ്ടോ, അവൾ വിശന്ന് തളർന്നുറങ്ങുകയാണ്. ബാക്കി പാൽ നിങ്ങളും കുടിക്കൂ. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ അല്പസമയം കഴിഞ്ഞ് വരാം. മോളെ, മോളെ, എഴുന്നേൽക്ക്. മോളെ, കരയണ്ട കേട്ടോ. ഓഹോ, അപ്പോൾ ഭവതി പാൽ കുടിച്ചില്ല. പാൽപാത്രം നിറഞ്ഞു തന്നെ ഇരിക്കുന്നല്ലോ. കുഞ്ഞിന്റെ ദാഹം മാത്രം മാറ്റിയാൽ മതിയോ? നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ്. വിശപ്പും ദാഹവും എല്ലാവർക്കുമുണ്ട്. ഭവതി എന്തുകൊണ്ടാണ് പാൽ കുടിക്കാത്തത്? സ്വാമി, പാലൊന്നും കുടിക്കാൻ എന്നോട് പറയരുതേ. എനിക്കതിന് കഴിയില്ല. എന്തുകൊണ്ട്? എന്താണ് തടസ്സം? ഈ ആനന്ദമഠം ഒരു ക്ഷേത്രം പോലെ പരിശുദ്ധമാണ്. ഭയപ്പെടേണ്ട. എന്ത് വിഷമമുണ്ടെങ്കിലും തുറന്നു പറയൂ. ഞാൻ ഈ മഠത്തിലെ സന്യാസിയാണ്. പേര് സത്യാനന്ദൻ. ഭവതി എനിക്ക് മകളാണ്. എന്നോട് പറയാനാവാത്ത എന്ത് രഹസ്യമാണ് ഭവതിക്കുള്ളത്? കാട്ടിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവന്നപ്പോൾ ഭവതി വിശപ്പും ദാഹവും അനുഭവിക്കുന്നതായി എനിക്ക് മനസ്സിലായി. ജലപാനമില്ലാതെ ഈ ഇരിപ്പ് തുടർന്നാൽ അത് ജീവന് തന്നെ ആപത്താണ്. ആ കുഞ്ഞിന്റെ മുഖത്തേക്കൊന്ന് നോക്കൂ. ഭവതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുഞ്ഞിന് പിന്നെ ആരുണ്ട്? അങ്ങ് എനിക്ക് ദൈവതുല്യനാണ്. ഞാനെല്ലാം പറയാം. എന്റെ ഭർത്താവ്, അദ്ദേഹം ഇതുവരെ യാതൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം എന്തെങ്കിലും കഴിച്ചോ, അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് പറ്റിയെന്നൊന്നും അറിയാതെ ഞാൻ എന്തെങ്കിലും തിന്നുകയോ കൊടുക്കുകയോ ചെയ്യുന്നത് എങ്ങനെ? ഭർത്താവ് എവിടെയാണ്? എനിക്കറിഞ്ഞുകൂടാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം കാട്ടിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു. നടന്നു തളർന്നപ്പോൾ സത്രം പോലെ എന്തോ ഒന്ന് ഞങ്ങളുടെ കണ്ണിൽ പെട്ടു. കുഞ്ഞ് വിശന്തം കരയാൻ തുടങ്ങി. മോൾക്ക് കൊടുക്കാൻ പാല് കിട്ടുമോ എന്ന് അന്വേഷിച്ച് പോയതാണ് അദ്ദേഹം. ഇരുട്ടിന് കനം വെച്ച് തുടങ്ങി. ഞാനും കുഞ്ഞും ഭയന്ന് വിറച്ചവിടെ ആ സത്രത്തിൽ തനിയെ. പെട്ടെന്നാണ് ഒരു കൊള്ളസംഘം അതുവഴി വന്നത്. എന്നെയും കുഞ്ഞിനെയും അവർ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. നിലവിളിക്കാനല്ലാതെ എനിക്കൊന്നിനും സാധിച്ചില്ല. ആ കൊടുങ്കാട്ടിൽ ഞങ്ങളുടെ നിലവിളി ആര് കേൾക്കാനാണ്? എന്റെ സ്വർണങ്ങളെല്ലാം അവർ കൈക്കലാക്കി. ആ ദിവസത്തെ കവർച്ച മുതൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ചർച്ചയിലായി പിന്നീടവർ. എന്നിട്ട് ചർച്ച പിന്നീട് വാക്ക് തർക്കമായി. കിട്ടിയ സ്വർണത്തെക്കാളും പണത്തെക്കാളും എല്ലാം ഉപരിയായി വിശപ്പ്, ദാഹം, ഭക്ഷണം, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രശ്നം. വഴക്കുമൊത്ത് ഒടുവിൽ തമ്മിലടിയായി. അതിനിടയ്ക്ക് എന്റെ കുഞ്ഞിനെയും വാരിയെടുത്ത് ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇല്ലെങ്കിൽ അവരെന്നെയും മോളെയും കൊന്നു തിന്നുമായിരുന്നു. ഓടി ഓടി അവസാനം എത്തിപ്പെട്ടത് അങ്ങയുടെ പാദങ്ങളിൽ. സ്വാമിയെ കണ്ടപ്പോൾ എന്റെ മനസ്സൊന്ന് തണുത്തു. പ്രണാമം അർപ്പിക്കാനായി തല കുനിച്ചപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു ഞാൻ. പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല. കണ്ണു തുറന്നപ്പോൾ ഞാനിതാ ഇവിടെ ഈ ആശ്രമത്തിൽ. നിങ്ങൾ എവിടത്തുകാരാണ്? പതച്ചിനയിലാണ് ഞങ്ങളുടെ വീട്. പതച്ചിനയിലോ? ഓഹോ, അപ്പോൾ നിങ്ങൾ മഹേന്ദ്രന്റെ ഭാര്യയാണല്ലേ? അതെ, അദ്ദേഹത്തെ അറിയുമോ? പതച്ചിനയിലെ ധനികനായ മഹേന്ദ്രനെ അറിയാത്തവർ വിരളമാണ്. മഹേന്ദ്രനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്റെ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നതുവരെ ഞാനൊന്നും കഴിക്കില്ല. എനിക്കതിന് കഴിയില്ല. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. മഹേന്ദ്രനെ തേടി ഞാൻ പോകുന്നു. ഭയപ്പെടരുത്. ആശ്രമത്തിൽ നിങ്ങൾ സുരക്ഷിതരാണ്.
കള്ളനാണ്. അതാ കാവ്യെടുത്ത കള്ളനെ പിടിക്കവനെ, അവനോട് രക്ഷ. അവിടെ പിടിക്കവനെ. പിടിക്കവനെ. അങ്ങ് ആരാണ്? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഉണ്ട്, എനിക്കറിയണം. ഇന്ന് ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടീഷുകാർ എന്നെ ബന്ധിച്ച് അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ അതുവഴി വന്നത്. നിങ്ങളെയും അവർ ബന്ധിച്ചു. എന്നാൽ തക്ക സമയത്ത് താങ്കൾ പ്രയോഗിച്ച ബുദ്ധി, അതാണ് നമ്മളെ രണ്ടുപേരെയും രക്ഷിച്ചത്. ഓഹോ, പിന്നല്ലാതെ കൈകൾ കെട്ടിയിരുന്ന കയറിന്റെ കെട്ടുള്ള ഭാഗം തിരിയുന്ന വണ്ടിച്ചക്രത്തിന്മേൽ വെക്കാൻ പറഞ്ഞത് താങ്കളല്ലേ? ചക്രത്തിൽ ഉരസി കെട്ടുപൊട്ടി. നമ്മൾ രണ്ടുപേരും സ്വതന്ത്രരായി. ആ വെള്ളക്കാർ മദ്യലഹരിയിലായിരുന്നത് കൊണ്ട് നാം രക്ഷപ്പെട്ടു. എളുപ്പത്തിൽ അവരുടെ കഥ കഴിക്കാൻ പറ്റിയതും അതുകൊണ്ടാണ്. എന്റെ ജീവൻ രക്ഷിച്ചു. പക്ഷെ നിങ്ങൾ എന്തിനാണ് വെള്ളക്കാരുടെ നികുതി പണവണ്ടി കൊള്ളയടിച്ചത്? കൊള്ളയടിയാകാം ഇത്. എന്നാൽ ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമല്ലേ ഉണ്ടായത്. ഇനിയും ഉപകാരങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ എന്നെ സഹായിച്ചു എന്നത് സത്യമാണ്. കൊള്ള മുതൽ കൊണ്ടുള്ള ഉപകാരം എനിക്ക് വേണ്ട. ഉപകാരം സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊപ്പം വരാം. എന്തിന്? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെയും കുഞ്ഞിനെയും കാണണമെന്നില്ലേ? എന്ത്? നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? സത്യമായ കാര്യം. ഞങ്ങളുടെ ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഞാനും പിന്നെ ഈ ജീവനും നിങ്ങളെ തിരഞ്ഞിറങ്ങിയത്. അല്ലേ ജീവ? അതെ, ഭവൻ പറഞ്ഞത് സത്യമാണ്. വരൂ വരൂ മഹേന്ദ്ര, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഞാനീ കേൾക്കുന്നതൊക്കെ സത്യമാണോ? തീർച്ചയായും. ശരി, പോകാം. മഹേന്ദ്ര, താങ്കൾ എന്താണ് ഒന്നും മിണ്ടാതെ നടക്കുന്നത്? ശരി, ഞങ്ങളുടെ അമ്മയുടെ സ്തുതിഗീതം കേട്ടോളൂ. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാമാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം. എനിക്ക് മനസ്സിലായി, ഇതൊരു സാധാരണ അമ്മയല്ല, രാജ്യമാണ്, ഭാരതഭൂമിയാണ്. അല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജന്മഭൂമിയാണ് അമ്മ. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ജന്മഭൂമി സ്വർഗത്തേക്കാൾ മഹത്തരമാണ്. ഞങ്ങളെല്ലാം സന്യാസിമാരാണ്. ഭാരതമാതയാണ് ഞങ്ങളുടെ അമ്മ. ഞങ്ങൾക്ക് മറ്റൊരമ്മയില്ല, അച്ഛനില്ല, സഹോദരനില്ല, സഹോദരിയില്ല, ഭാര്യയില്ല, മക്കളില്ല, കുടുംബമില്ല. ഞങ്ങൾക്കാകെയുള്ളത് അമ്മ മാത്രം, ഭാരതാംബ മാത്രം. മനസ്സിലായി. ഗാനത്തിന്റെ ശരിയായ അർത്ഥം ഇപ്പോഴെനിക്ക് മനസ്സിലായി. സത്യത്തിൽ നിങ്ങളൊക്കെ ആരാണ്? കളവും കൊള്ളയും കൊണ്ടാണോ മാതാവിനെ പൂജിക്കുന്നത്? ഇതെന്ത് മാതൃഭക്തിയാണ്? പറയൂ, ആരുടെ പണമാണ് ഞങ്ങൾ പിടിച്ചെടുത്തത്? രാജാവിന്റെ, ബ്രിട്ടീഷ് രാജാവിന്റെ. രാജാവ് പ്രജകളെ സേവിക്കുന്നതിന് പകരം പാവങ്ങളുടെ നികുതി പിഴിഞ്ഞ് പട്ടുമെത്തയിൽ ഉറങ്ങുന്ന രാജാവ്. സത്യത്തിൽ ഈ പറഞ്ഞ രാജാവല്ലേ ഏറ്റവും വലിയ കൊള്ളക്കാരൻ? ഇങ്ങനെ പോയാൽ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇംഗ്ലീഷുകാരുടെ പീരങ്കിക്കിരയാകും. മഹേന്ദ്ര, ഒരാൾ അയാളുടെ ജീവിതത്തിൽ ഒന്നിലധികം തവണ മരിക്കുകയില്ല. ഒരു സർപ്പം തലതാഴ്ത്തി ഇഴയുന്നത് അത് മുന്നോട്ട് പോകാനാണ്. സൃഷ്ടിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവിയാണത്. എന്നാൽ അതിനെ ഒന്നറിയാതെ ചവിട്ടി നോക്കൂ, ഉടനെ അത് പണമുയർത്തി പ്രതിരോധിക്കും. നിങ്ങൾ പറഞ്ഞു വരുന്നത്? വിദേശികൾ ഭരിക്കുന്ന നമ്മുടെ ഭാരതത്തിന്റെ ദുരവസ്ഥ കണ്ടിട്ടും രക്തം തിളക്കാത്ത ഒരാളോട് ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? രാജ്യം പട്ടിണിയിൽ മുങ്ങിത്താഴുമ്പോൾ നമ്മുടെ സമ്പത്തെല്ലാം ബ്രിട്ടീഷുകാർ കൽക്കട്ടയിലുള്ള അവരുടെ ഖജനാവിലേക്ക് കടത്തുകയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരെ ഭാരതത്തിൽ നിന്ന് തുരത്താൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനം? അതെ, അത് തന്നെയാണ് തീരുമാനം. പക്ഷെ നിങ്ങൾ ഇത്രയും പേർ മാത്രം വിചാരിച്ചാൽ അത് നടക്കുമോ? സുഹൃത്തെ, ഞങ്ങൾ തനിച്ചല്ല.
സന്യാസിമാരുടെ ഒരു വലിയ സന്നാഹം തന്നെയുണ്ട്. ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകളെ ഭയക്കാത്ത ആയിരക്കണക്കിന് സന്യാസിമാർ ഇന്ന് ഞങ്ങൾക്കൊപ്പമുണ്ട്. ഇതിനൊക്കെയുള്ള ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? മനഃശക്തി ആകാശത്ത് നിന്ന് വീണ് കിട്ടുന്ന ഒന്നല്ല സോദര. ക്ഷമാപൂർണമായ പരിശീലനം, വിട്ടുവീഴ്ചയില്ലാത്ത സ്ഥിര പരിശ്രമം, മനോബലം നേടിയെടുക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. ഇതിനെല്ലാം ഉപരി ദേശസ്നേഹം. ജന്മഭൂമിയെ ചവിട്ടിമെതിക്കുന്നത് കാണുമ്പോൾ ചോര തിളയ്ക്കണം. നിങ്ങൾ എല്ലാവരും സന്യാസിമാരാണോ? ഇപ്പോൾ സന്യാസിമാരാണ്. മനസ്സിലായില്ല. അതായത് ബ്രിട്ടീഷുകാരെ നാടുകടത്തുക, അതിനെല്ലാ വിദ്യകളിലും വേണ്ടത്ര പരിശീലനം നേടുക, അതിനായി ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ വ്രതമനുഷ്ഠിക്കും, മനസ്സ് പൂർണ്ണമായും സമർപ്പിക്കും. ചുമതലകൾ നിറവേറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങും. ഓഹോ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെയൊക്കെ കുടുംബത്തെ ത്യജിച്ച് സന്യാസിമാരായവരാണ്? അതെ. സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായി മോചിതരാകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഭാരതമാതയെ സ്വതന്ത്രയാക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതാണ് ഞങ്ങളുടെ പ്രതിജ്ഞ. പ്രതിജ്ഞ പാലിക്കപ്പെടുന്നതുവരെ മറ്റൊന്നിനും മനസ്സിനെ കീഴ്പ്പെടുത്താനാവില്ല. മഹേന്ദ്ര, സന്യാസിമാരുടെ ഈ പ്രസ്ഥാനത്തിൽ ചേരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നതുവരെ എനിക്ക് വാക്ക് തരാനാവില്ല. ശരി, ഞങ്ങളോടൊപ്പം ആനന്ദമഠത്തിലേക്ക് വരൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാം. കല്യാണി, കല്യാണി, നിന്നെയും കുഞ്ഞിനെയും കണ്ടിട്ട് എത്ര നാളായി. അച്ഛന്റെ മോള് വാ, വാ, ഇങ്ങ താ കല്യാണി, ഞാൻ അവളെ ഒന്ന് എടുക്കട്ടെ. വാ എന്റെ പൊന്നുമോളെ, വാ. കരയരുത്. ഈശ്വരൻ നമ്മോട് ക്രൂരത കാണിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നമ്മൾ കണ്ടുമുട്ടുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞിരുന്നു. ആർക്കും നമ്മെ പിരിക്കാനാവില്ല കല്യാണി, ആവില്ല. നമ്മൾ നമ്മുടെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ചു. എന്നിട്ട് എന്തുണ്ടായി? ചുറ്റിനും ആപത്തുകളാണ്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. അത് വേണോ കല്യാണി? വേണം, നമുക്ക് പോകാം. ഈ കാട് ഒരു കോട്ട പോലെ ആശ്രമത്തെ വളഞ്ഞിരിക്കുകയാണ്. ശരിയാണ്. പുറത്തേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു വഴിയും തെളിഞ്ഞു കാണുന്നില്ല. ആരോ വരുന്നുണ്ടല്ലോ. ഹേയ്, പേടിക്കണ്ട, ഞാൻ ഈ മഠത്തിലെ സന്യാസിയാണ്. പേര് ധീരൻ. താങ്കൾ എന്തിനാ ചിരിക്കുന്നത്? ഹേയ്, ഇല്ലില്ല, ഒന്നുമില്ല. ആട്ടെ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഓ, എങ്ങനെയൊക്കെയോ എത്തി, അത്ര തന്നെ. ഓഹോ, പിന്നെന്താ പുറത്തു കടക്കാൻ പറ്റാത്തത്? വാ, പുറത്തേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ശരി. നന്ദിയുണ്ട് ഒരുപാട്. എനിക്കറിയാം, തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും ഒരു സന്യാസിയോടൊപ്പം ആയിരിക്കും ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക. ഒരു സന്യാസിയുടെ സഹായമില്ലാതെ ആനന്ദമഠത്തിലേക്ക് ആർക്കും പ്രവേശിക്കുവാനോ പുറത്തു കടക്കുവാനോ സാധിക്കില്ല. ഞങ്ങൾ സാരമില്ല, നിങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ എന്നെ ഇവിടേക്ക് അയച്ചത് മറ്റാരുമല്ല, സ്വാമി സത്യാനന്ദയാണ്. ദാ ഈ വഴി നിങ്ങൾക്ക് പോവാം. ശരി, അപ്പോ ഞാൻ പോകുന്നു. വരൂ, നമുക്ക് നദിക്കരയിലെ മരത്തണലിലിരിക്കാം. ദാ, ശരി. ഇവിടെ ഇരിക്കൂ. നിന്റെയും കുഞ്ഞിന്റെയും അടുത്തിരിക്കുമ്പോ എന്തൊരാശ്വാസമാണ്. നോക്കൂ, എന്തു പറ്റി? ആപത്തിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെട്ടു, വീണ്ടും ഒന്നായി. എന്നിട്ടും മുഖത്തെന്താണ് ഒരു പ്രസാദമില്ലാത്തത്? എന്തെങ്കിലും ദുഃഖമുണ്ടോ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറയൂ. കല്യാണി, എനിക്ക് എന്നെ തന്നെ നഷ്ടമാകുന്നത് പോലെ എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കല്യാണിയെ പതച്ചിനെയും അവളുടെ വീട്ടിൽ കൊണ്ടാക്കാം. അവളും കുഞ്ഞും അവിടെ സുരക്ഷിതരാണെങ്കിൽ പിന്നെ എനിക്ക് സമാധാനമായി പ്രസ്ഥാനത്തിൽ ചേരാം. നിങ്ങൾ എന്താണ് ഈ ചിന്തിക്കുന്നത്? ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? കല്യാണി, എനിക്ക് നിന്നോടൊരു കാര്യം. എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നലെ ഞാൻ നന്നായി ഒന്ന് ഉറങ്ങി.
ഉറക്കത്തിൽ ഞാൻ വിചിത്രമായൊരു സ്വപ്നം കണ്ടു. അകലെ അനന്തതയ്ക്കപ്പുറത്ത് ഒരു നീലമലയുടെ മുകളിൽ പ്രകാശധാര, അതിനടുത്ത് ഒരു വിഗ്രഹം, വിഗ്രഹത്തിന് മുന്നിലായി തേജസ്വിനിയായ ഒരു സ്ത്രീരൂപം. അവർ കണ്ണുനീർ വാർക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവർ പറഞ്ഞു, ഇവൾ കാരണമാണ് മഹേന്ദ്രൻ എന്നിൽ അഭയം തേടാൻ മടിക്കുന്നത്. അപ്പോൾ അങ്ങ് അനന്തതയിൽ നിന്ന് ആ വലിയ പ്രകാശ സ്രോതസ് എന്നോട് പറഞ്ഞു, നീ നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഞങ്ങളിലേക്ക് വരിക. അപ്പോഴേക്ക് ഞാൻ കണ്ണു തുറന്നു. സ്വപ്നത്തിൽ കണ്ട സ്ത്രീരൂപം ഭാരതാംബയാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. കല്യാണി, പ്രസ്ഥാനത്തിൽ ചേരേണ്ടതിനെ കുറിച്ച് എങ്ങനെ നിന്നോട് പറയുമെന്ന ധർമ്മസങ്കടത്തിലായിരുന്നു ഞാൻ ഇതുവരെ. നീ എന്റെ മനസ്സ് വായിക്കുന്നു. അങ്ങയുടെ കർമ്മപഥത്തിൽ ഞാൻ ഒരിക്കലൊരു തടസ്സമാകില്ല. അപ്പോൾ നീ എവിടെ പോകും? സ്വപ്നത്തിൽ എന്നെ വിളിച്ച ദൈവത്തിന്റെ അടുത്തേക്ക്. കല്യാണി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ദാ ഇത് കണ്ടോ? വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ സ്വന്തം രക്ഷയ്ക്കായി ഞാൻ കയ്യിൽ കരുതിയ ആയുധം, വിഷം. കല്യാണി, നിങ്ങളെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് മരിക്കാൻ എനിക്കാവില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എത്രയൊക്കെ ആപത്തുണ്ടായിട്ടും ഞാൻ ഈ വിഷച്ചെപ്പ് തുറക്കാഞ്ഞത്. എന്റെ കല്യാണി, ദയവ് ചെയ്ത് ആ വിഷച്ചെപ്പ് കളയൂ. ഇങ്ങ് തരൂ, ഞാൻ തന്നെ കളയാം. നിങ്ങളും കുഞ്ഞുമാണ് എന്റെ ലോകം. അങ്ങനെയല്ലാതെ എനിക്ക് ജീവിക്കണ്ട. കരയരുത് കല്യാണി, അയ്യോ കരയരുത്. അയ്യോ കുഞ്ഞ്, അയ്യോ നമ്മുടെ കുഞ്ഞെവിടെ? അവൾ എവിടെയുണ്ടല്ലോ. അയ്യോ, അവളുടെ കയ്യിൽ എന്താണ്? കുഞ്ഞെന്തോ വായിലിടുന്നുണ്ടല്ലോ. അയ്യോ അയ്യോ, അത് ദൈവമേ, അവളുടെ കയ്യിൽ ആ വിഷച്ചെപ്പാണല്ലോ. നോക്കൂ, അവൾ ആ ചെപ്പ് തുറന്ന് വിഷഗുളിക വായിലിട്ടു. എന്റെ ദൈവമേ, മോളെ. കല്യാണി, അയ്യോ, നീ കുഞ്ഞിന്റെ കൈ അമർത്തി പിടിക്കേ. എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. നീ പേടിക്കാതെ. വാവേ, വാ തുറക്ക്, വാ തുറക്ക്. നോക്ക് കല്യാണി, ഞാൻ ആ വിഷഗുളിക പുറത്തെടുത്തു. വിഷഗുളിക പുറത്തെടുത്താലും കുഞ്ഞല്ലേ, അവളുടെ വായിൽ വിഷം പുരണ്ടിരിക്കും. എനിക്ക് പേടിയാവുന്നു. അയ്യോ എന്റെ കുഞ്ഞ്, അയ്യോ അവൾ അനങ്ങുന്നില്ലല്ലോ. മോളെ, മോളെ കണ്ണു തുറക്ക്. മോളെ എഴുന്നേൽക്ക്. മോളെ കണ്ണു തുറക്ക്. മോളെ, ഈശ്വര, എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? ഞാനിനി എന്ത് ചെയ്യും? അവളില്ലാത്ത ഈ ലോകത്ത് എനിക്കിനി ജീവിക്കേണ്ട. ഇനി ഒന്നും ആലോചിക്കാനില്ല. എവിടെ എവിടെ ആവശ്യം ഗുളിക ഞാൻ കഴിക്കട്ടെ? കല്യാണി, പൊന്നു കല്യാണി, നീ എന്താണ് ഈ കാണിച്ചത്? നീ എന്തിനാ വിഷം കഴിച്ചു? എന്തിനെന്നോട് ഈ ക്രൂരത കാട്ടി? കല്യാണി, 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 വിഷമിക്കരുത്. ഞാൻ ചെയ്തതാണ് ശരി. ഞാൻ കാരണം അങ്ങയുടെ കർമ്മമാർഗം ഇഷ്ടപ്പെട്ടു കൂടാ. എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടു. കുറച്ചുനാൾ നിങ്ങളെ സുരക്ഷിതരായി എവിടേക്കെങ്കിലും കൊണ്ടുപോയി താമസിപ്പിക്കണമെന്നേ ഞാൻ കരുതിയുള്ളൂ. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമുക്ക് വീണ്ടും ഒന്നിക്കാമായിരുന്നു. കല്യാണി, നീയാണ് എനിക്കല്ല, നീയാണ് എന്റെ ജീവിതം, നീയാണ് എന്റെ ശക്തി. നീ എന്തിനീ കടുങ്കൈ ചെയ്തു? എന്തിനിത് ചെയ്തു കല്യാണി? ജന്മഭൂമിക്ക് വേണ്ടി വാളെടുക്കാൻ ശക്തി നൽകിയ ആ കൈ എന്തിന് നീ വെട്ടിമാറ്റി? നീയില്ലാതെ എനിക്കൊന്നിനുമാവില്ല കല്യാണി, ഒന്നിനുമാവില്ല. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങ് എവിടേക്കാണ് എന്നെ കൊണ്ടുപോവുക? പതച്ചിനയിൽ ഇനി ആരും ബാക്കിയില്ല. അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും കൂട്ടുകാരും എല്ലാവരും ഈ ലോകം തന്നെ വിട്ടുപോയി. ഇപ്പോൾ ഞാൻ ചെയ്തതാണ് ശരി. അല്ല, ഒരിക്കലുമല്ല. ഇത് അനർത്ഥമാണ്. ഞാൻ തനിച്ചായില്ല. അനർത്ഥമല്ല, എന്റെ മരണം അനിവാര്യമാണ്. നിറഞ്ഞ മനസ്സോടെ അങ്ങ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടണം. അതാണ് അങ്ങയുടെ കർമ്മപദം. അതാണ് ധർമ്മം. അങ്ങ് അത് പൂർത്തിയാക്കണം. കല്യാണി, 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 അയ്യോ കല്യാണി.
ഈ സമയത്ത് നികുതി പിരിച്ച പണവുമായി പോയ ബ്രിട്ടീഷ് സർക്കാർ വാഹനം ദേശീയവാദികളായ സന്യാസിമാർ പിടിച്ചെടുത്തു. സന്യാസിമാരെ കണ്ടാലുടൻ തടവിലാക്കാനുള്ള ഉത്തരവ് പ്രകാരം സ്വാമി സത്യാനന്ദനും മഹേന്ദ്രനും അറസ്റ്റിലായി. ഞാനും കല്യാണിയും നദീതീരത്തുള്ള വിവരം അങ്ങ് എങ്ങനെ അറിഞ്ഞു? നിങ്ങളുടെ അടുത്തേക്ക് നടന്നെത്തിയപ്പോഴേക്കും എവിടെ നിന്നൊക്കെയോ വെള്ളക്കാർ പാഞ്ഞെത്തി. പക്ഷേ എന്റെ കല്യാണിയും കുഞ്ഞും അനാഥരെ പോലെ ആ നദിക്കരയിൽ. മഹേന്ദ്ര, വിഷമിക്കുന്നത് എന്തിന്? ആത്മസമർപ്പണത്തിന്റെ പ്രതിജ്ഞ നീ എടുത്തുവെങ്കിൽ എന്നായാലും ഭാര്യയെയും മകളെയും വേർപിരിയേണ്ടി വരില്ലേ? വേർപാട്, മരണത്തിലൂടെ അവരെ പിരിയേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ എല്ലാ ശക്തിയും ചോർന്നുപോയി. ശക്തി ചോർന്നു പോയിട്ടില്ല. നീ അത് വീണ്ടെടുക്കും. ദീക്ഷ സ്വീകരിക്കുക. ഇപ്പോൾ തന്നെ പ്രതിജ്ഞ എടുക്കുക. പ്രതിജ്ഞയെക്കുറിച്ചൊന്നും അങ്ങിപ്പോൾ എന്നോട് പറയണ്ട. എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാട്ടുമൃഗങ്ങൾ ഇപ്പോൾ വലിച്ചു കയറുകയായിരിക്കും. അതാലോചിച്ച് വിഷമിക്കേണ്ട മഹേന്ദ്ര. സന്യാസിമാർ കല്യാണിയുടെ കർമ്മങ്ങളെല്ലാം വേണ്ട വിധം ചെയ്തുകൊള്ളും. അങ്ങ് പറഞ്ഞത് സത്യമാണോ? എന്താ, വിശ്വാസം വരുന്നില്ലേ? ഈ സമയം അത്രയും അങ്ങ് എന്നോടൊപ്പമായിരുന്നല്ലോ, പിന്നെ എങ്ങനെ? എന്നാൽ ഇതുകൂടി കേട്ടോളൂ. ഇന്ന് രാത്രി ഞാനും മഹേന്ദ്രനും എങ്ങനെയും ഇവിടെ നിന്ന് പുറത്തു കിടക്കും. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവും കിട്ടുന്നില്ലല്ലോ. ഗുരുവിനെ ജയിൽ മോചിതനാക്കാനുള്ള ഉപായം കണ്ടെത്തണോ അതോ അദ്ദേഹത്തിന്റെ ആജ്ഞ പാലിക്കണോ? ഒന്നും മനസ്സിലാവുന്നില്ല. ഗുരു എന്തുകൊണ്ടായിരിക്കും ഈ നദിക്കരയിലേക്ക് എത്താൻ പറഞ്ഞത്? ഒന്നും കാണാതെ ഗുരു ഇതുപോലൊരു ആജ്ഞ നൽകില്ല. ആ മരച്ചൂട്ടിൽ ഒരു സ്ത്രീ കിടക്കുന്നല്ലോ. അവരുടെ അടുത്തൊരു കുഞ്ഞും. പോയി നോക്കാം. അയ്യോ, ഈ സ്ത്രീ മരിച്ചെന്ന് തോന്നുന്നു. കുഞ്ഞിന് ജീവനുണ്ട്. ഈ വിഷച്ചെപ്പ് ഇതെവിടെ നിന്ന് വന്നു? ഇവർ വിഷം കഴിച്ചതാകാം. ഒരു കാര്യം ചെയ്യാം, ഈ സ്ത്രീ ഇവരിവിടെ കിടക്കട്ടെ. ഭവൻ ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്. മൃതദേഹം മറവ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭവൻ നോക്കിക്കൊള്ളു. ആദ്യം ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കാം. പാവം. നല്ല ക്ഷീണമുണ്ട് കുട്ടിക്ക്. വാ മോളെ, വാ. നേരെ വീട്ടിലേക്ക് പോവുക തന്നെ. എന്നിട്ട് കുഞ്ഞിനെ അനിയത്തിയെ ഏൽപ്പിക്കാം. അവൾ കുഞ്ഞിനെ നന്നായി നോക്കിക്കൊള്ളു. സുഹൃത്തെ, ഇനി വൈകിക്കൂടാ. സന്യാസി സേനയെ ഉടൻ പോരാട്ടത്തിന് തയ്യാറാക്കണം. ഗുരു സത്യാനന്ദനും മഹേന്ദ്രനും തടവിലാണ്. അവരെയും മോചിപ്പിക്കണം. ഭവൻ എത്തിയാലുടൻ ആക്രമണം ആരംഭിക്കുകയായി. മുഴുവൻ സന്യാസിമാരോടും ആയുധസജ്ജരാകാൻ പറയട്ടെ. ഭവനെ ഞാൻ അല്പനേരം മുൻപ് കണ്ടതാണ്. അദ്ദേഹം കാവ്യവസ്ത്രം മാറ്റി ആയുധസജ്ജനായിരുന്നു. അപ്പോൾ എവിടെ വെച്ചാണ് കണ്ടത്? അദ്ദേഹം കുതിരപ്പുറത്ത് സവാരി ചെയ്യുകയായിരുന്നു. പിന്നെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. കുതിരപ്പുറത്ത് അവർ തളർന്നു കിടക്കുന്നത് പോലെയാണ് തോന്നിയത്. എന്തു പറ്റിയതാണോ എന്തോ. ഭവനെ തന്നെയാണ് കണ്ടതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? തീർച്ചയായും. അദ്ദേഹം എന്നെ അഭിവാദ്യം ചെയ്തിരുന്നു. പക്ഷേ അവർ ആരായിരിക്കും? ചിലപ്പോൾ വെള്ളക്കാരിൽ നിന്നും രക്ഷപ്പെടുത്തി മഠത്തിലേക്ക് കൊണ്ടുപോവുകയായിരിക്കും. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. അതാ നോക്കൂ, നമ്മുടെ സേന. അതാ സന്യാസി സേന പുറപ്പെട്ടു കഴിഞ്ഞു. കയ്യിൽ വാളുമേന്തി ഞാനും സേനയുടെ മുന്നിൽ തന്നെയുണ്ട്. ബ്രിട്ടീഷ് ഭരണകൂടത്തെ വേരോടെ നശിപ്പിക്കേണ്ട സമയമായി. വെള്ളക്കാരുടെ തലവറ നമുക്ക് തകർക്കണം.
നമ്മുടെ ഗുരു സത്യാനന്ദ സ്വാമിയെയും മഹേന്ദ്രനെയും നമുക്ക് മോചിപ്പിക്കണം. നമ്മുടെ വാളുകൾക്ക് തുരുമ്പ് പിടിച്ചിട്ടില്ല, നമ്മുടെ കൈകളുടെ ശക്തി ചോർന്നു പോയിട്ടില്ല. ധീരരാണ് നാം. വന്ദേ മാതരം ചൊല്ലു, ഉറക്കെ ചൊല്ലു. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. നമുക്ക് പുറപ്പെടാം. നിൽക്കൂ, നമ്മൾ നഗരത്തിലെത്തി. വെള്ളക്കാരുടെ തടവറ അടുത്ത് തന്നെയാണ്. കാവൽക്കാരെയെല്ലാം കൊന്നുകളഞ്ഞേക്കൂ. ആ തടവറ തകർക്കണം. എന്നിട്ട് ഗുരുവിനെയും മഹേന്ദ്രനെയും പുറത്തു കൊണ്ടുവരണം. സൂക്ഷിക്കണം, അവർക്കൊരു പോറൽ പോലും പറ്റരുത്. ആക്രമിക്കൂ! വന്ദേ മാതരം! വന്ദേ മാതരം! വന്ദേ മാതരം! Oh my God! Oh my God! ഗുരുവിനെയും മഹേന്ദ്രനെയും നമുക്ക് രക്ഷിക്കാനായി. നമ്മുടെ ശക്തി എന്തെന്ന് ബ്രിട്ടീഷുകാർ അറിഞ്ഞു. അതാ നോക്കൂ, വെള്ളക്കാർ കൂടുതൽ സൈന്യവുമായി നമുക്ക് നേരെ പാഞ്ഞു വരുന്നു. കൂട്ടരെ, എന്തിനും തയ്യാറായിക്കൊള്ളൂ. ഗുരു, എന്തുകൊണ്ടാണ് ദൈവം സന്യാസി സേനയെ കൈവിട്ടത്? നോക്കൂ ജീവ, ദൈവം നമ്മെ കൈവിട്ടിട്ടില്ല. പീരങ്കികളുടെയും തോക്കുകളുടെയും മുന്നിൽ നമ്മുടെ സേനയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല എന്നതാണ് സത്യം. നമ്മുടെ സേന കഴിയും വിധം പോരാടി. പിന്നെ യുദ്ധത്തിൽ ജയവും പരാജയവും സ്വാഭാവികമാണ്. പക്ഷേ ജീവ, ഒരു കാര്യം മറക്കരുത്. അന്തിമ വിജയം ആരുടെ പക്ഷത്താണോ അവരാണ് യഥാർത്ഥ വിജയികൾ. എനിക്ക് വിശ്വാസമുണ്ട്, സന്യാസി സേന വിജയിക്കുക തന്നെ ചെയ്യും. പൂർണ്ണമായും തയ്യാറെടുപ്പോടെയായിരിക്കണം ഇനി നാം യുദ്ധത്തിനിറങ്ങേണ്ടത്. നമ്മുടെ സേനയ്ക്ക് വേണ്ട ആയുധങ്ങൾ സ്വരൂപിക്കാനായി ഇന്ന് രാത്രി തന്നെ ഞാൻ യാത്ര പുറപ്പെടുകയാണ്. ഞാൻ തിരിച്ചു വരുന്നതുവരെ എടുത്തുചാടി ഒന്നും ചെയ്യരുത്. സേനയുടെ ഐക്യം നിലനിർത്തണം. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ യഥാവിധി ചെയ്തു കൊടുക്കണം. അങ്ങ് അതോർത്ത് വിഷമിക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പക്ഷേ ഗുരുദേവ, തോക്കുകളും പീരങ്കികളും മറ്റും എങ്ങനെയാണ് ഇവിടെ എത്തിക്കുക? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എങ്ങനെ വാങ്ങാനാണ്? ആരാണ് ഇതൊക്കെ വിൽക്കാൻ പോകുന്നത്? ശരിയാണ്. അങ്ങനെ എല്ലാം വാങ്ങാൻ കിട്ടിയാൽ തന്നെ ഇവിടെ എത്തിക്കാൻ നമുക്കാവില്ല. ഇവിടെ വെച്ച് ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള വിദഗ്ധരെ ഞാൻ കൊണ്ടുവരും. ഇവിടെ എന്ന് വെച്ചാൽ പദച്ചിനയിൽ. പദച്ചിനയിലോ? അവിടെ എങ്ങനെ? മഹേന്ദ്രനെ സന്യാസി സേനയിൽ ചേരാൻ നിർബന്ധിച്ചത് പിന്നെ എന്തിനാണെന്നാണ് കരുതിയത്? അതിന് മഹേന്ദ്രൻ ഇതുവരെ പ്രതിജ്ഞ എടുത്തില്ലല്ലോ. ശരിയാണ്. എന്നാൽ അയാൾ ഇന്ന് തീർച്ചയായും പ്രതിജ്ഞയെടുക്കും. ഇന്ന് രാത്രി ഞാൻ അയാൾക്ക് ദീക്ഷ കൊടുക്കും. അതിനുശേഷമേ ഞാൻ യാത്ര പുറപ്പെടുകയുള്ളൂ. മഹേന്ദ്രന് ദീക്ഷ കൊടുക്കാൻ എന്താണ് തടസ്സം ഗുരുദേവ? അയാളുടെ ഭാര്യയ്ക്കും മകൾക്കും എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ നദിക്കരയിൽ ഒരു പെൺകുഞ്ഞിനെ ഞാൻ കണ്ടിരുന്നു. കുഞ്ഞിന് എന്റെ സഹോദരിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ അടുത്ത് ഒരു സ്ത്രീ മരിച്ചു കിടന്നിരുന്നു. ഇനി ഒരുപക്ഷെ അത് മഹേന്ദ്രന്റെ ഭാര്യയും കുഞ്ഞുമായിരിക്കുമോ? സംശയിച്ചത് നേരാണ്. അവർ മഹേന്ദ്രന്റെ ഭാര്യയും മകളുമാണ്. എന്തുപറ്റി ഭവൻ? എന്തിനാണ് ഞെട്ടിയത്? ഇല്ല, ഒന്നുമില്ല. കല്യാണിയെ രക്ഷിച്ച കാര്യം ഇപ്പോൾ പറയണ്ട. അവൾ ജീവനോടെ ഉണ്ടെന്ന കാര്യം എനിക്കല്ലാതെ ആർക്കും അറിയില്ല. നഗരത്തിൽ അവളെ സുരക്ഷിതയായി പാർപ്പിച്ചിരിക്കുന്ന വിവരം തൽക്കാലം ഇവരാരും അറിയണ്ട. ഭവൻ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അത് ഒന്നുമില്ല ഗുരു. ശരി ശരി, പൂജയ്ക്ക് സമയമായി. ഇന്ന് മഹേന്ദ്രനടക്കമുള്ള പുതിയ സന്യാസിമാർക്ക് ദീക്ഷ നൽകണം. സന്യാസിമാരോ? മഹേന്ദ്രനെ കൂടാതെ പുതിയതായി വേറെ ആരാണുള്ളത്? ഉണ്ട്, മറ്റൊരു സന്യാസി കൂടിയുണ്ട്. ഇന്നാണ് അവൻ മഠത്തിലെത്തിയത്. നന്ന ചെറുപ്പമാണവൻ. എന്നാൽ അവന്റെ ബുദ്ധിശക്തിയും പെരുമാറ്റവും നമ്മെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഒരു സന്യാസിയായി അവനെ പരിശീലിപ്പിച്ചെടുക്കേണ്ട ജോലി ഞാൻ ജീവനെ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ആജ്ഞ പോലെ. പിന്നൊരു കാര്യം, നിങ്ങളിൽ ആരെങ്കിലും
എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഥവാ എന്റെ അസാന്നിധ്യത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഞാൻ തീർത്ഥാടനം കഴിഞ്ഞു വരുന്നതുവരെ പ്രായശ്ചിത്തമൊന്നും ചെയ്യരുത്. ശരി, ഞാൻ പോകുന്നു. ഗുരു എല്ലാം അറിയുന്നു. വരൂ, നമുക്ക് മഠത്തിലേക്ക് പോകാം. മഹേന്ദ്ര, പ്രണാമം ഗുരുദേവ. താങ്കളെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഗുരുദേവ? മഹേന്ദ്ര, നിങ്ങളുടെ മകൾ സുരക്ഷിതമായൊരിടത്ത് ജീവിച്ചിരിപ്പുണ്ട്. എന്ത്? സത്യമാണോ? സത്യമാണോ ഞാൻ ഈ കേട്ടത്? എവിടെയാണ് അവൾ? ഗുരു, എനിക്കവളെ കാണണം. നിങ്ങളത് അറിയുന്നതിന് മുമ്പ് എന്നോട് സത്യം പറയണം. നിങ്ങൾ ദീക്ഷ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ എപ്പോഴേ അത് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മകളെക്കുറിച്ച് കൂടുതൽ അറിയാതിരിക്കുന്നതാണ് നല്ലത്. അതെന്തുകൊണ്ടാണ് ഗുരുദേവ? സന്യാസികൾ വ്രതം പാലിക്കേണ്ടതുണ്ട്. കർത്തവ്യപാലനം പൂർത്തിയാകും വരെ ഭാര്യ, മക്കൾ, കുടുംബം, മറ്റു ബന്ധുക്കൾ എന്നിവരുമായി യാതൊരു ബന്ധവും പാടില്ല. ഭാരതമാതാവിനു വേണ്ടി സകലതും ത്യജിച്ച ഒരാൾ മാത്രമാണ് ദീക്ഷ സ്വീകരിക്കാൻ യോഗ്യനായിട്ടുള്ളത്. നിങ്ങളുടെ കുഞ്ഞ് സുരക്ഷിതയാണ്. ആ കാര്യത്തിൽ പേടി വേണ്ട. മകൾ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞല്ലോ. അവൾ സുരക്ഷിതയാണല്ലോ. അത് കേട്ടാൽ മതി. ദീക്ഷ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഗുരുദേവ. എന്റെ ഈ ആൺവേഷം ഗുരു തിരിച്ചറിയുമോ എന്തോ. പ്രണാമം ഗുരുദേവ. ഞാൻ അങ്ങയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആയുഷ്മാൻ ഭവ. നിങ്ങൾ ദീക്ഷ സ്വീകരിക്കാൻ തയ്യാറാണോ? തീർച്ചയായും. അങ്ങ് അനുഗ്രഹിക്കുകയാണെങ്കിൽ അതിലും വലിയ സന്തോഷം വേറെന്താണ്? മഹേന്ദ്ര, ഇതാണ് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ, ആനന്ദമഠത്തിലെ പുതിയ അതിഥി. നമസ്കാരം. ഞാൻ മഹേന്ദ്രൻ. നമസ്കാരം. രണ്ടുപേരും ഇരിക്കൂ. നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തോ? ഗുരുദേവ. സന്യാസി പ്രസ്ഥാനത്തിന്റെ എല്ലാ നിബന്ധനകളും പാലിക്കാൻ തയ്യാറാണെന്ന് ഈശ്വരൻ സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യണം. പ്രതിജ്ഞയെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഭാരതമാതാവിനു വേണ്ടി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഭാര്യയെയും മക്കളെയും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. തയ്യാറാണ്. ധനം, സമ്പത്ത്, സുഖസൗകര്യങ്ങൾ എല്ലാം ത്യജിക്കാനാകും. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. മഹേന്ദ്ര, നിൽക്കൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. നീ പദച്ചനയിലേക്ക് മടങ്ങണം. തെളിച്ചു പറഞ്ഞാൽ വെള്ളക്കാരെ പ്രതിരോധിക്കാൻ നമുക്കൊരു കോട്ടയില്ല. നിനക്കാണെങ്കിൽ അവിടെ വിശാലമായൊരു കെട്ടിടമുണ്ട്. ആ ഗ്രാമം മുഴുവൻ നിന്റെ അധീനതയിലാണല്ലോ. ഗ്രാമത്തിനു ചുറ്റും കനത്ത മതിൽ കെട്ടുകയും അതിന്മേൽ പീരങ്കികൾ ഉറപ്പിക്കുകയും ചെയ്താൽ നമുക്ക് പദച്ചനയെ ഒരു ഉഗ്രൻ കോട്ടയാക്കി മാറ്റാൻ സാധിക്കും. ആജ്ഞ പോലെ ഗുരുദേവ. പക്ഷേ ഞാൻ തനിച്ച്. നീ തനിച്ചാണെന്ന് ആര് പറഞ്ഞു? ചെറു സംഘങ്ങളായി 2000-ഓളം സന്യാസിമാർ അവിടെ എത്തും. കോട്ട നിർമ്മിക്കാൻ അവർ സഹായിക്കും. സ്വർണവും വെള്ളിയും പണവും നിറച്ച പെട്ടികൾ ഞാൻ കൊടുത്തയക്കാം. ആയുധങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധരെ സംഘടിപ്പിക്കാൻ പോവുകയാണ് ഞാൻ. അവരെത്തിയാൽ പീരങ്കികളും തോക്കുകളും മറ്റ് പടക്കോപ്പുകളും നിർമ്മിക്കാൻ ഒരായുധശാല കോട്ടയ്ക്കകത്ത് സ്ഥാപിക്കണം. അങ്ങനെ നമുക്ക് യുദ്ധത്തിനൊരുങ്ങാം. അങ്ങയുടെ ആജ്ഞ പോലെ. പ്രണാമം ഗുരുദേവ. പ്രണാമം. ഇരിക്കൂ. ശരി. യഥാർത്ഥത്തിൽ നീ ഭാരതാംബയിൽ അഗാധ ഭക്തിയുള്ളവനാണോ?
അങ്ങനെയൊരു സംശയം തോന്നാൻ കാരണം എന്താണ് ഗുരു? അത് മറന്നേക്കൂ. നിന്നെ എന്ത് പേര് വിളിക്കണം എന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങയുടെ ഇച്ഛ പോലെ വിളിച്ചോളൂ. നീ പുതിയ സന്യാസിയല്ലേ, അതുകൊണ്ട് നിന്നെ നവീൻ എന്ന് വിളിക്കാം. അല്ല, മുമ്പ് എന്തായിരുന്നു നിന്റെ പേര്? അങ്ങയുടെ കണ്ണുകളിൽ നോക്കി അസത്യം പറയാൻ എനിക്കാവില്ല. എന്റെ പേര് ശാന്തി എന്നാണ്. നീണ്ട താടിയും മീശയും വെച്ച് എന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നീ വേഷം കെട്ടി വന്നതാണെന്ന് എനിക്കറിയാമായിരുന്നു. എന്തിനായിരുന്നു ഈ നാടകം? സ്ത്രീയായി ജനിച്ചാൽ സ്ത്രീയായി തന്നെ ജീവിക്കണം, അഭിമാനത്തോടെ. സ്വയം ഒളിക്കുന്നത് എന്തിനാണ്? കോപിക്കുന്നത് എന്തിനാണ് ഗുരുദേവ? ഒരു സ്ത്രീക്ക് തീരെ ശക്തിയില്ലെന്നാണോ അങ്ങ് കരുതുന്നത്? സ്ത്രീ ആയതിന്റെ പേരിൽ ഭാരതമാതയെ സേവിക്കാൻ എന്നെ തടയുന്നത് ശരിയാണോ? നിറഞ്ഞ മനസ്സോടെ ഭാരതാംബയെ സേവിക്കാൻ ഞാൻ തയ്യാറാണ്. വേഷം മാറി ഇവിടെ എത്തിയെന്നുള്ളത് നേരാണ്. എന്നാൽ അതിന് കാരണമുണ്ട്. എന്താണത്? എന്റെ ഭർത്താവിനെ അന്വേഷിച്ചെത്തിയതാണ് ഞാൻ. ഓഹോ, അപ്പോൾ എന്റെ ഊഹം ശരിയാണ്. നീ ജീവന്റെ ഭാര്യയാണോ? അതെ. നീ ഈ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്, ഞാൻ ചെയ്തത് ശരി തന്നെയാണ്. ജീവന്റെ സഹധർമ്മിണിയാണ് ഞാൻ. ചുമതലകൾ നിറവേറ്റാൻ ഭർത്താവിനെ സഹായിക്കുകയാണ് ഭാര്യയുടെ ധർമ്മം. അതാണ് എന്റെ കർത്തവ്യം. ജീവൻ എന്റെ വലം കൈയാണ്. അത് മുറിച്ചു മാറ്റാനാണോ നിന്റെ വരവ്? എന്നെ വിശ്വസിക്കൂ, അങ്ങയുടെ വലത് കൈക്ക് ശക്തി പകരാനാണ് ഞാൻ ഇവിടെ എത്തിയത്. സന്യാസിയായി വ്രതം നോറ്റ് ഭാരതാംബയെ രക്ഷിക്കാൻ എന്നെ അനുവദിക്കൂ. മഠത്തിലെ ചിട്ടകൾ ഞാൻ പാലിച്ചുകൊള്ളാം. ദീക്ഷ സ്വീകരിച്ച നിമിഷം മുതൽ ഞാൻ ജീവന്റെ ഭാര്യയല്ല, സന്യാസിനിയാണ്, ഭാരതാംബയുടെ മകളാണ്. ശരി, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പോയി വരാം. വന്ദനം ഗുരു. മിസ്റ്റർ ഡോണിവർത്ത്, നായാട്ടിനെത്തിയിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകാൻ ഒരു വഴിയും കാണുന്നില്ല. വന്യജീവികൾ ധാരാളമുണ്ട്, സൂക്ഷിക്കണം. അപകടകാരികളായ മൃഗങ്ങൾ വേണം, എങ്കിലേ നായാട്ടിനൊരു ഉഷാറുണ്ടാകൂ. ഈ കാട്ടിൽ വെച്ചാണ് ഒരിക്കൽ എന്നെ പുലി ആക്രമിച്ചത്. അന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്താ, പേടിയുണ്ടോ? ക്യാപ്റ്റൻ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനെ പേടിക്കണം? ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ തിരിച്ചു പോകൂ. നായാട്ടിന് ഞാൻ തനിയെ പോയിക്കോളാം. ആസ് യുവർ വിഷ്. ബട്ട് ക്യാപ്റ്റൻ, സൂക്ഷിക്കണം. ആരോ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഈ കൊടുങ്കാട്ടിൽ ആരായിരിക്കുന്നത്? ഏയ്, നിങ്ങൾ ആരാണ്? ഞാനൊരു സന്യാസിയാണ്. ഓ, വിപ്ലവകാരിയായ സന്യാസി. ദാ ഈ തോക്ക് കണ്ടോ? കൊന്നുകളയും നിന്നെ ഞാൻ. കൊന്നോളൂ, എനിക്കൊരു വിരോധവുമില്ല. എന്ത്? ഞാൻ പറഞ്ഞത് കേട്ടിട്ടും അവൾക്കൊരു പേടിയുമില്ലോ. ഏയ് ഏയ്, നീ എന്താണ് ഈ കാണിച്ചത്? എന്റെ റൈഫിൾ തട്ടിയെടുത്തോ? തിരിച്ചു തരുന്നുണ്ടോ അത്? നീ എന്നെ കൊല്ലാൻ പോവുകയാണോ? ഞാൻ ആരെയും കൊല്ലാൻ പോകുന്നില്ല. നീ ഒരു സ്ത്രീയല്ലേ? അതെ, അതിനെന്താ? പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഞങ്ങളുടെ ജന്മഭൂമിയാണ്. ഈ നാട് ഭരിക്കാൻ ബ്രിട്ടീഷുകാർക്ക് എന്ത് അവകാശമാണുള്ളത്? മര്യാദയ്ക്ക് മടങ്ങിപ്പോയിക്കൊള്ളു. ശരി, ഞാൻ മടങ്ങിപ്പോകാം, നീ കൂടെ പോരുകയാണെങ്കിൽ. എന്നോടൊപ്പം താമസിക്കാം. നിങ്ങളുടെ മിസ്ട്രസ് ആയിട്ടല്ലേ? വേണമെങ്കിൽ എന്റെ ഭാര്യയായി താമസിക്കാം. ഞങ്ങൾക്കൊരു കുരങ്ങനുണ്ടായിരുന്നു. ഈയിടെ അത് ചത്തുപോയി, കൂടെ ഒഴിഞ്ഞുകിടക്കുകയാണ്. എന്താ, നിങ്ങൾക്ക് ആ കൂട്ടിൽ കഴിഞ്ഞുകൂടാമോ? ഞങ്ങളുടെ തോട്ടത്തിൽ നിറയെ പഴങ്ങളുണ്ട്, അതെല്ലാം തിന്നാൻ തരാം. നീ ധൈര്യശാലിയാണ്, നിന്നെ എനിക്കിഷ്ടമായി. എന്തായാലും യുദ്ധത്തിൽ നിന്റെ ഭർത്താവ് മരിക്കും, പിന്നെ നിനക്കാരുണ്ട്? നീ എന്റെ കൂടെ പോന്നോളൂ. ഇത്തരം വില കുറഞ്ഞ ചോദ്യങ്ങൾക്ക് തൽക്കാലം ഞാൻ മറുപടി പറയുന്നില്ല. ഇതിനുള്ള മറുപടി യുദ്ധക്കളത്തിൽ എന്റെ ഭർത്താവ് പറഞ്ഞുകൊള്ളും. ദാ കിടക്കുന്നു നിങ്ങളുടെ ഒരു തോക്ക്. കല്യാണി, നിനക്ക് സുഖമല്ലേ? എന്റെ സുഖവിവരം അന്വേഷിക്കാൻ നിങ്ങൾ ആരാ? എനിക്ക് സുഖമായാലും ദുഃഖമായാലും നിങ്ങൾക്ക് എന്താ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്റെ ഭർത്താവിന്റെ വിവരം എന്താണ്? ഇത് മാത്രമേ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളൂ. ദയവ് ചെയ്ത് പറയൂ, അദ്ദേഹത്തിന് സുഖമാണോ? ആ, സുഖം. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? പദച്ചിനയിലുണ്ട്. പദച്ചിനയിലോ? അവിടെ എന്തു ചെയ്യുന്നു? മഹേന്ദ്രൻ പദച്ചിനയിൽ കോട്ട പണിതുകൊണ്ടിരിക്കുകയാണ്. ആയുധശാലയുടെ ചുമതലയും ഇപ്പോൾ അയാൾക്കാണ്.
ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സാധിക്കില്ലായിരുന്നു. സംഭവിക്കുന്നതെല്ലാം നല്ലതിന്. ഞാൻ ജീവനോടെയുള്ള വിവരം അദ്ദേഹത്തിന് അറിയുമോ? ഇല്ല, ഇതുവരെ അറിയിച്ചിട്ടില്ല. മകളെക്കുറിച്ച് മാത്രം അറിയാം. എന്റെ മകളെ എനിക്ക് കൊണ്ടുതരൂ. യുദ്ധത്തിന് മുമ്പ് അവളെ ഇവിടെ എത്തിക്കാം. നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. എന്നെ കുറിച്ച് എന്തെങ്കിലും തിരക്കിയോ? മരിച്ചുപോയ ഭാര്യയെക്കുറിച്ച് എന്ത് തിരക്കാൻ? കല്യാണി, നീ എന്നെ വിവാഹം കഴിക്കുമോ? നിങ്ങൾക്ക് ലജ്ജയില്ലേ? ശ്രേഷ്ഠമായ ദൗത്യത്തിനിറങ്ങി തിരിച്ചൊരു സന്യാസിയാണ് പോലും. കല്യാണി, ഞാൻ ചാബല്യങ്ങൾക്ക് അടിമപ്പെട്ട സന്യാസിക്ക് അതിനുള്ള പ്രായശ്ചിത്തം എന്താണെന്ന് നിശ്ചയമുണ്ടോ? എനിക്കറിയാം. മരണം മാത്രമാണ് പ്രായശ്ചിത്തം. ഭാരതാംബയ്ക്ക് വേണ്ടി മരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. എന്നോട് ക്ഷമിക്കൂ കല്യാണി, ഞാൻ പോകുന്നു. വിട്ടിയായ ഭവൻ, നിനക്കെന്തു പറ്റി? എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയത്? ഇന്ദ്രിയ ചാബല്യങ്ങൾക്ക് നീ അടിമപ്പെട്ടു. പാടില്ലായിരുന്നു. തെറ്റായിപ്പോയി. ചിന്തിച്ചതും പറഞ്ഞതും എല്ലാം തെറ്റായിപ്പോയി. എന്റെ പ്രതിജ്ഞ ഞാൻ ലംഘിച്ചു. മരണം മാത്രമാണ് അതിനുള്ള പ്രായശ്ചിത്തം. അതെ, ഞാൻ മരിക്കണം. എന്റെ ചുമതലകൾ ഞാൻ മറന്നു. ഗുരുവിനോടും ആനന്ദമഠത്തിനോടും ഞാൻ വഞ്ചന കാട്ടി. ഇന്ദ്രിയാസക്തി കീഴ്പ്പെടുത്തിയ ഈ ശരീരം നശിക്കുന്നതാണ് നല്ലത്. എന്താണ് ആ ശബ്ദം? ഞാൻ മരണത്തിന്റെ വിളി കേൾക്കുന്നു. മരണം എന്നെ വിളിക്കുന്നു. ഗുരുദേവ, എന്നോട് ക്ഷമിക്കൂ. ഈ പാപിയോട് ക്ഷമിക്കൂ. ഭവൻ, നീ ഇനി ഒരിക്കലും നിന്റെ കടമയിൽ നിന്ന് വഴിതെറ്റി പോവുകയില്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. എന്ത്? ഗുരുവിന്റെ ശബ്ദമാണല്ലോ അത്. ഗുരുദേവ, എന്നോട് ക്ഷമിക്കൂ. ഗുരുദേവ, എന്നോട് ക്ഷമിക്കൂ. എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഭാരതമാതാവിനു വേണ്ടി നമുക്ക് മരണം വരെ പോരാടാം. ഈശ്വരൻ നിങ്ങളുടെ കൈകൾക്ക് ശക്തി പകരട്ടെ. ആ വെള്ളക്കാരൻ ക്യാപ്റ്റൻ തോമസ് നമ്മുടെ 100 കണക്കിന് സന്യാസികളെ കൊന്നിരിക്കുന്നു. ഇന്നു രാത്രി നമുക്ക് അയാളെയും സൈന്യത്തെയും വകവരുത്തണം. നിങ്ങൾ എന്തു പറയുന്നു? വന്ദേ മാതരം. അതെ, ബ്രിട്ടീഷ് സേനയുടെ കഥ കഴിക്കണം. കൊല്ലണം. വെള്ളക്കാരെയും ക്യാപ്റ്റനെയും കൊല്ലണം. നമ്മുടെ കൂടപ്പിറപ്പുകളെ അവർ കൊന്നിരിക്കുന്നു. ഇനി വൈകിക്കൂടാ. നമുക്ക് വേണ്ട 17 പീരങ്കികളും മറ്റായുധങ്ങളുമായി നമ്മുടെ ഒരു വലിയ സേന പദച്ചനിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഉടൻ അവർ എത്തിച്ചേരും. ആ നിമിഷം നമുക്ക് ശത്രുക്കൾക്കെതിരെ നീങ്ങാം. ശാന്തി, ഞാൻ എവിടെയാണ്? ഞാൻ മരിച്ചില്ലേ? ഇല്ല. ഞാൻ എങ്ങനെ? ആരാണ് എന്നെ രക്ഷിച്ചത്? ഒരു മഹാനായ വൈദ്യൻ. യുദ്ധം അവസാനിച്ചപ്പോൾ യുദ്ധഭൂമിയിൽ മൃതദേഹങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങളെ പുറത്തെടുത്തത് അദ്ദേഹമാണ്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വിശ്വസിക്കൂ, ദൈവതുല്യനായ അദ്ദേഹം അപ്രത്യക്ഷനായി. ശാന്തി, യുദ്ധത്തിൽ ആരാണ് ജയിച്ചത്? അങ്ങാണ് ജയിച്ചത്. സന്യാസി പടയാണ് ജയിച്ചത്. നമ്മളാണ് ജയിച്ചത്. ശാന്തി, അപ്പോൾ ഭവൻ? അദ്ദേഹം വീരമൃത്യു പ്രാപിച്ചു. ശാന്തി, നമ്മൾ ഇനി? ജീവ, നാം എവിടേക്കും പോകുന്നില്ല.
നാം ഭാരതാംബയ്ക്ക് വേണ്ടി പോരാടി നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ട ചുമതലയും നമുക്കുണ്ട്. ശരിയാണ് ശാന്തി. ജന്മഭൂമിക്ക് വേണ്ടി സേവ ചെയ്യുന്നതിലും വലിയ സന്തോഷം എന്താണ്? ഞാനും പറയുന്നത് അത് തന്നെയാണ്. നമുക്കിവിടെ സന്യാസിമാരായി തന്നെ തുടരാം. പിന്നെ ഒരു കാര്യം അറിഞ്ഞോ? ഗുരുദേവന് വേണ്ടി സന്യാസിമാരെല്ലാം സിംഹാസനമൊരുക്കി ഈ നാട് ഭരിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ? ഓ ശാന്തി, ഞാനത് കേട്ടു. ആ സ്വരം ഇപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. നമ്മളെല്ലാം സന്യാസിമാരാണ്, ദേശസേവകരാണ്. അധികാരവും കിരീടവും നമുക്ക് വേണ്ട. ബ്രഹ്മചര്യം പാലിക്കുന്നതിലും വലിയ ആത്മസംതൃപ്തി മറ്റൊന്നിനും നൽകാനാവില്ല. ബ്രഹ്മചര്യമല്ലാതെ മറ്റൊരാശ്രമവും ഞാൻ സ്വീകരിക്കില്ല. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലിന്റെ റേഡിയോ നാടകരൂപം സമാപിക്കുന്നു. വന്ദേ മാതരം, വന്ദേ മാതരം. ഹിന്ദി പരിഭാഷ ഹംസ്കുമാർ തിവാരി. രൂപാന്തരം അഞ്ജലി ശർമ്മ. മലയാള പരിഭാഷ KV ശ്രീജ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: കല്യാണി ബിന്ദു ജലീൽ, ശാന്തി അഡ്വക്കേറ്റ് ജിഷ ബിജു, ജീവൻ ഫ്രാൻസിസ് മാസ്റ്റർ ഡോൺ ബോസ്കോ, മഹേന്ദ്രൻ ജലീൽ ടി കുന്നത്ത്, സ്വാമി സത്യാനന്ദൻ ഹരീഷ് M പശുപതി, ഭവൻ പ്രശാന്ത് ലെനിൻ, ധീരൻ ജ്ഞാനൻ CM അരുൺ, തോമസ് സന്യാസി ഡോക്ടർ ബാസ്പിൻ, ഡൂണിവർത്ത് സന്യാസി PV വേണുഗോപാലൻ. സംഗീതം ബേബി വടക്കുംചേരി. സംവിധാനം S നാരായണൻ നമ്പൂതിരി, KR ചാർലി. അവതരണം ആകാശവാണി തൃശൂർ നിലയം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ